ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ധാവണി ഉടുക്കാൻ അറിയോ? ധാവണി ഉടുക്കാനെങ്കിൽ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാവണി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് എങ്ങനെയാ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ധാവണി ഉടുക്കണേന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മൾ ധാവണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഷോൾ എടുക്കുക. ആ ഷോളിൻ്റെ നല്ല ഭാഗം പുറം വശത്തേക്ക് ആവണ രീതിയിൽ പിടിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റത്തെ ഞൊറി നമ്മുടെ ഇടത്തെ കയ്യിലാക്കി പിടിച്ചിട്ട് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാ സാരിയുടെ എങ്ങനെയാണോ പ്ലീറ്റ് എടുക്കുക ആ രീതിയിൽ പ്ലീറ്റ് എടുക്കുക. ഞാൻ സാരിക്ക് എങ്ങനെയാണ് പ്ലീറ്റ് എടുക്കണേ എന്നുള്ളത് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കൂ. ഞാനത് മേലെ കാർഡ്സിലായിട്ട് ഇടാം. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ പ്ലീറ്റ് നമ്മുടെ ഇടത്തെ സൈഡിലേക്കും ഇന്നർ പ്ലീറ്റ് വലത്തെ സൈഡിലേക്കും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിനി ബാക്കിയുള്ള പ്ലീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് പോവാതിരിക്കാൻ, നമ്മുടെ പ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലീറ്റിൻ്റെ തുമ്പ് ഭാഗത്തായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴേക്ക് വരുന്ന പ്ലീറ്റ് മുകളിലത്തെ അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ശേഷം കഴിയുമ്പോൾ ഓരോ സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിൻ്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഈ ഷോൾ വെച്ച് നോക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ആവണ വരെ ഇതിൻ്റെ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ് ആയതിന് ശേഷം നമ്മുടെ ഷോളിൻ്റെ ഇന്നർ ഏരിയയിലത്തെ പ്ലീറ്റ് എടുത്തിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ആ ഷോളിൻ്റെ തുമ്പ് ഭാഗത്ത് ഒരു 2 ഞൊറി ഇട്ടതിന് ശേഷം ഇങ്ങനെ ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ശരിക്കും കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഞൊറിഞ്ഞ് കൊടുക്കണേ. അങ്ങനെ നിങ്ങൾക്ക് ബോർഡറൊന്നും ഇല്ലാത്ത ഷോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ബോർഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡർ ശരിക്കും പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മുടെ പാവാടയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ ഷോളുമ കുത്തി വെച്ചേക്കണ എക്സസ് ആയുള്ള സേഫ്റ്റി പിന്നൊക്കെ ഒന്ന് ഊരിയിട്ട് നമ്മുടെ തലഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സേഫ്റ്റി പിന്നൊക്കെ ഊരി എല്ലാ പ്ലീറ്റ്സും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലൗസുമ നമുക്ക് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസ് ആയുള്ള സേഫ്റ്റി പിന്നൊക്കെ നമുക്ക് അയച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് ശരിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ധാവണി ഉടുത്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ധാവണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഒരു എ ഷേപ്പിലായിട്ടാണ് 2 സൈഡിൽ നിന്നായിട്ട് നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ ബാക്കിൽ ഈ ബാക്ക് ഭാഗത്ത് ഒരു കോൺ ഷേപ്പിൽ നിൽക്കും വേണം. കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ധാവണിയുടെ ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അത്ര വൃത്തിയായിട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ധാവണിയുടെ സാരി ബ്ലൗസ് തയ്ക്കുന്ന രീതിയിലല്ല സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കുറച്ച് ലെങ്ത്തോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഐറ്റം തന്നെ ധാവണിയായിട്ടും അതേപോലെ തന്നെ ലെഹങ്കയായിട്ടും യൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം എന്താണെന്ന് രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ലെഹങ്ക ഷോൾ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുക എന്നുള്ളത് ഉള്ളൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ അവിടെ മേലെ കാർഡ്സിലായിട്ട് കൊടുക്കാം. എല്ലാവരും ധാവണി ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതെന്നുള്ളത് കണ്ടില്ലേ? 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക
നല്ല സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് നമുക്ക് ധാവണി ഉടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെയാണ്, നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴായാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനായാലും ഫ്രണ്ട്സിനായാലും ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഫാമിലിനെ വലുതാക്കി കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇത്തരം ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാണാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.